അഫ്സലിന്റെ കൂടെ സെക്സ് ഇല്ല എന്നല്ല, പക്ഷെ അതിനേക്കാൾ കൂടുതൽ സംസാരിക്കും, യാത്രയും. അതാണ് പാവടാ, എന്തുണ്ടാ തെറ്റിദ്ധരിച്ചത്? അഫ്സലിന്റെ കൂടെ സെക്സ് ഒന്നും ഇല്ല. അയ്യോ, അങ്ങനെ അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. സെക്സ് ഇല്ല എന്നല്ല, പക്ഷെ അധികം നമ്മൾ. നമസ്കാരം. ഒരു വർഷം മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ എല്ലാരും കണ്ട ഒരു വീഡിയോ ആണ്. അതിനകത്ത് സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ ഓട്ടോയിൽ അടിച്ചു കൊണ്ടുപോകുന്ന ഒരു സാധനത്തെ നമ്മൾ കണ്ടായിരുന്നല്ലോ, ഓർമ്മയുണ്ട്? അതിനകത്ത് വരുന്ന ഒരു സാധനം, അതിനകത്ത് അവര് പോസ്റ്റ് ചെയ്ത വീഡിയോ ഒക്കെ കണ്ടല്ലോ. അതുപോലൊരു വീഡിയോ, സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ അതുപോലെയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ കുറെ ചിരിച്ചു എന്നുള്ളതാണ്. അതായത് ഇന്നലെ തൊട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് വൈറലാവുന്ന ഒരു സാധനമുണ്ട്. അതായത് ഒരു പെണ്ണിനെ ഇങ്ങനെ പിടിച്ച് കാറിനകത്ത് ഇരുത്തിയിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. നീ ആരുടെത്തൊക്കെ പോയി, എത്ര പ്രാവശ്യം അവനുമായി പോയി കിടന്നു, ഏത് ഹോട്ടലിൽ പോയി, എത്ര രൂപ തന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സാധനം. ആ സാധനം നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കണം. ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഇത് സ്വന്തം ഭർത്താവാണ് ചോദ്യം ചെയ്തത് എന്നുള്ളത്. ഭർത്താവല്ല, ഇത് ഭർത്താവേ അല്ല. ആദ്യം നമുക്ക് ഇതിൽ ചിരിക്കാനുള്ള കുറച്ച് നല്ല വകയുണ്ട് എന്നുള്ളതാണ്. എനിക്കിതിൽ ചിരിയാ വന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്ത് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാം ചെയ്യടേ, ഒന്ന് കയറി വരട്ടെ. അപ്പൊ ഓക്കെ, നമുക്ക് ആദ്യം ആ വീഡിയോയിലോട്ട് കിടക്കാമെന്നുള്ളതാണ്. ഓക്കെ, കുറെ നാളെ നമുക്കൊരു ട്രോൾ വീഡിയോ ചെയ്തിട്ട് എന്നുള്ളതാണ്. അതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. ഓക്കെ, തുടങ്ങാം. കൂടെ കിടന്നു പറ, ഈ പസലിന്റെ വട്ടം എത്ര വട്ടം കിടന്നു? ഇതാണ് ക്വസ്റ്റ്യൻ. പറ, നീ പസിലാണ് അല്ല, നീ എത്ര വട്ടം കിടന്നു എന്നാ ചോദിക്കുന്നത്. തെറ്റിദ്ധരിക്കരുത്, ഭർത്താവല്ല ചോദിക്കുന്നത്. ഓക്കെ, ആ പെണ്ണിന്റെ പാവം കുലീനയായ ആ പാവം സാധുവായ പെൺകുട്ടിയുടെ മുഖം കൊണ്ട് നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലേ? വരണം, ഇനി ഒരുപാടുണ്ട്, കേൾക്കണേ. 3-4 വട്ടം എവിടെ വെച്ചിട്ട്? അധികമൊന്നുമല്ല, 3-4 വട്ടം ഞാൻ കിടന്നിട്ടുള്ളൂ. ആരാ? മറ്റേ പസലിന്റെ അടുത്ത് 3-4 വട്ടം. ഓക്കെ, സത്യസന്ധമായി മറുപടി പറയുന്നു എന്നുള്ളതാണ്. ഇനി പേടിപ്പിച്ചിട്ട് പറയിക്കുന്നൊക്കെ പറയും, അതൊക്കെ എന്റെ കാര്യം. എവിടെ വെച്ചിട്ട്? പെരിന്തൽമണ്ണ. ഏത് ഈ അന്ന് പോയ ലോഡിച്ചാണോ? പിന്നെ ഏത് ലോഡിച്ച്? ഏത് ലോഡിച്ച് പറയും? പറയടി. ഇതുപോലെ കേസ് കൊടുക്കും, ഒരു കേസ് കൊടുക്കും. കാരണം ആ ഞൊണ്ടി സപ്പോർട്ടാണ്. പിന്നെ പറഞ്ഞിട്ട് ഏത് ലോഡ്ജ് എന്നാ പറയുന്നത്? അവൾക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. ലോള് കേസ് കൊടുക്കൂടെ? നീ അല്ലേ ഇപ്പൊ കേസ് കൊടുക്കൂടെ? നിന്റെ ഭാര്യയല്ലേ പോയത്, അപ്പൊ നീ അല്ലേ കേസ് കൊടുക്കേണ്ടത്? അപ്പൊ നിന്റെ ഭാര്യ അല്ലേ, വേറെ ആരോ കേസ് കൊടുക്കുന്നാണ് പറഞ്ഞത്. ഏതോ ഞൊണ്ടിയുടെ കേസൊക്കെ പറയുന്നുണ്ട്. ബാക്കി മക്കൾ പറ. എനിക്ക് വേണ്ടത് അങ്ങനെയല്ലോ. ഇത് പറ, എത്ര വട്ടം എവിടെ വെച്ചിട്ട്? അല്ലെങ്കിൽ ഞാൻ തല്ലും. പറയും. മിനിയാന്ന് പോയിനാ? യെസ്, അല്ലെങ്കിൽ ഞാൻ തല്ലും. പേടിപ്പിച്ചിരുത്തിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ തല്ലും. ഏതൊരു പാലത്തിന്റെ അടുത്താണ് ഇപ്പോൾ പാലത്തിന്റെ അകത്ത് താടി ഇടുന്ന പേടി അവളുടെ മുഖങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ്. എത്ര പ്രാവശ്യം പറ, ഞാനല്ലേ നിനക്ക് ചെലവിന് തരണം, എത്ര പ്രാവശ്യം? അല്ലെങ്കിൽ ഞാൻ തല്ലും. ഓക്കെ, നീ പറ. ഉറപ്പാണോ? മിനിയാന്ന് പോയിനോ ഇല്ലേ? പോയിക്കണോ ഇല്ലേ? പറയേ, മിനിയാന്ന് പോയിക്കണോ ഇല്ലേ? പോയി. എവിടെ വെച്ചിട്ട്? തൃശ്ശൂർ. ഏത് ലോഡിച്ച്? അവൻ കൊണ്ടേതാണ് എന്നെ. ഏത് ലോഡിച്ചെന്ന് അറിയില്ല. കല്യാണം കഴിഞ്ഞ് 2 കുട്ടിയില്ല എനിക്ക്. ഓനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ഓന്റെ കൂട്ടുകാർ പറഞ്ഞ വോയിസ് നീ കിട്ടില്ല. കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുണ്ടല്ലേ നിനക്ക്? കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുണ്ടാവും. എന്നിട്ട് നിനക്ക് ഏത് ലോഡ്ജാണെന്ന് അറിഞ്ഞൂടല്ലേ? അത് പാവോട് അവർക്ക് മറന്നുപോയി. ലോഡ്ജ് ചെയ്താന്ന് അറിഞ്ഞൂടെന്നാ പറഞ്ഞത്. പക്ഷെ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുണ്ട്. സ്വന്തം ബാപ്പയാണോ? പക്ഷെ ബാപ്പയാണോ അച്ഛനാണെന്ന് അറിയില്ല. ആരാണ് ചോദിക്കുന്നത്? നമുക്ക് ഇനി വരെ അറിയാം. ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധിച്ച്. എന്റെ പണി ഏതാണെന്ന് കേട്ടില്ലേ? എന്റെ നെക്സ്റ്റ് പണി നോക്കിയവനല്ലേ? എല്ലാ എവിഡൻസും തന്നില്ലേ? ഇപ്പൊ വിളിച്ചപ്പോ പറഞ്ഞെന്താണ്? എന്നെ തല്ലുന്ന കേട്ടിട്ട് അവൻ പറഞ്ഞെന്താണ്? ഈ എന്താ ചെയ്തോ? വേണ്ട, തല്ലണ കേട്ടിട്ട് നിന്നെ വിളിച്ച് തല്ലി ഞാൻ അവന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിനക്ക് തന്നതല്ലേ? അവന്റെ പണി ഏതാന്ന് നിനക്ക് കൃത്യമായിട്ട് പറഞ്ഞതല്ലേ? ഞാൻ നിന്നെ അടിച്ചിട്ടില്ല. അവൻ എന്താ പറഞ്ഞത്? നീ കുഴപ്പമില്ല, നീ കൊണ്ടുവന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലേ എന്നുള്ള ഭാവം ഭർത്താവ് ചോദിക്കുന്നത്. ബാക്കി ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടി? എന്റെ 43,000 റുപ്യ 2 കൊല്ലത്തോളം ആവാനായില്ല അല്ലെ? നമ്മള് ഈ 2 കൊല്ലം എന്നെ കൂടെ ഒന്ന് ചതിച്ചു. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ന്യായമായ ക്വസ്റ്റ്യൻ.
നീ ഇപ്പൊ എന്തായാലും എന്നെ കളഞ്ഞിട്ട് മറ്റവന്റെ അടുത്ത് പിന്നെ ഞാൻ എന്ത് ചെയ്യണം? 2 കൊല്ലം നമ്മൾ കൂടെ നിന്ന് 45,000 എഴുതുന്നതിന് വേണ്ടി ഞാൻ ചെലവാക്കിയതെന്നാ അവൻ പറയുന്നത്. ഇനി അവൻ എന്ത് ചെയ്യണം? പാവടാ, ആ പെണ്ണിനെ നോക്കടാ, പാവ, സങ്കടപ്പെട്ട് അയ്യോ പേടിച്ച കുട്ടിയെ പോലെ ഇരിപ്പുണ്ട്. കാല് പിടിച്ച് ഞാൻ പറഞ്ഞതാണ് എന്നോട്, അനക്ക് ഓനെ വേണോ ഈ പൊയ്ക്കും. എന്നിട്ടും എൻ്റെ കൂട്ടുകാരനിക്ക് വിളിച്ചിങ്ങാണ്ട് ഓനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം, വാങ്ങിച്ചു കൊടുക്കണം. ഓൻ്റെ കൂടെ മെഞ്ഞാന്ന് പോയി കിടന്നിട്ടും കാല് പിടിച്ച് പറഞ്ഞേനെ നിനക്ക് വേണമെങ്കിൽ അവനെ വിട്ടു പോയി. എന്നിട്ട് നീ എന്നെ കൂടെ നിർത്തിയിട്ട് അവന് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്ത് അവന്റെ പുറകെ പോയി കിടക്കുകയും ചെയ്തു. ഈ മുട്ടച്ചി പറഞ്ഞെല്ലാം കേട്ട് ഇതൊക്കെ മോശമല്ല മുട്ടച്ചി. അവൻ കാല് പിടിച്ച് പറഞ്ഞല്ലേ, എന്നിട്ട് നീ എന്തിനാണ് പോയത്? മോശം. ആ ഭർത്താവിന്റെ ആ ഒരു വേദന നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ബാക്കി അല്ലേ. അപ്പൊ ഇജ്ജ് പറയാ എനിക്ക് കാമത്തിന്റെ പ്രശ്നമാണ്, എന്താണ് എന്റെ പ്രശ്നം പറ. ഇതുവരെ മനസ്സിലായില്ലേ? എനിക്ക് കാമത്തിന്റെ പ്രശ്നമാണോ വേറെ എന്താണ് പ്രശ്നം എന്നുള്ളതാണ് ചോദിക്കുന്നത്. നിനക്ക് മനസ്സിലായില്ലേ? എല്ലാവരും ഇപ്പൊ പറഞ്ഞു തരും. ഓക്കെ, പറ, കാമത്തിന്റെ പ്രശ്നമാണോ മുട്ടച്ചി? ഇജ്ജെന്നെ പറ, എനിക്ക് എന്റെ പ്രശ്നം എന്താണ്? കാമാണോ? എന്റെ വീട്ടിൽ നിന്ന് കടിച്ചു പുറത്താക്കിയല്ലേ ചാടി പോയിട്ട്. എല്ലാം അറിഞ്ഞിട്ട് എന്നെ സ്വീകരിച്ചില്ല ഞാൻ. ഇടക്കിന് മനസ്സിലായ? നിങ്ങൾക്ക് കാര്യത്തിന്റെ കിടപ്പ് മനസ്സിലായ? നിന്നെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയതല്ലേ വല്ലവന്റെ പോയിട്ട്? മനസ്സിലായ? ഞാൻ നിന്നെ സ്വീകരിച്ചില്ല, കല്യാണം കഴിക്കാത്ത ഞാൻ. അപ്പൊ നീ സ്റ്റെപ്പിനിയാണല്ലേ? നീ എവളുടെ ഈ മൊട്ടച്ചിയുടെ കാമുകന്മാരിൽ ഒരാളാണ്. എന്നിട്ടാണ് വലിയ കാര്യത്തിൽ വന്ന് വിളിച്ചവളെ കാറി വിളിച്ചിട്ടുകൊണ്ട് നിന്റെ ക്വസ്റ്റ്യൻ ചെയ്യല്. നിനക്കെന്താ? നീ ചോദിച്ചില്ല നിനക്കെന്താണ് പ്രശ്നം എന്ന്? കാമമാണ്. നിനക്കെന്താണ് വിഷയം? വല്ലയിടത്തും കിടന്ന് എവളോ കിടന്ന് 2 മക്കളുള്ളവരുടെ കൂടെ കയറി താമസിപ്പിച്ചിട്ടും പോലെ അവള് വേറെ പോയെന്ന ക്വസ്റ്റ്യൻ ചെയ്ത് നീ ആരുടെ? നീ അവിടെ കെട്ടിയോളാണോ? കെട്ടിയോനാണോ? അല്ലല്ല, ഞാൻ ആദ്യം പറഞ്ഞ അല്ല, കമന്റ് ബോക്സ് മൊത്തം കണ്ടു കഴിഞ്ഞാൽ യവൻ അവളുടെ ഭർത്താവാണ് എന്നുള്ള രീതിയിലാണ് കമന്റുകൾ. പക്ഷെ അല്ല, ഭർത്താവല്ല, ഇത് സ്റ്റെപ്പിനിയല്ല, വേറെ പലതും പറയാം, ഇവിടെ പറയാൻ പറ്റത്തില്ല. അപ്പൊ യവൻ എവിടെന്നോ അടിച്ചുകൊണ്ടെന്ന് യവന്റെ കൂട്ടത്തായിരുന്നു. ലവണല്ലേ, പഴയ ജോലി എങ്ങനെ പറക്കാൻ പറ്റും? ലവൺ ഇങ്ങനെ മേഞ്ഞുകൊണ്ട് കിടക്കായിരുന്നു. പൊക്കിയപ്പോൾ ആ വേദനയാണ് സ്വന്തം കാമം. സംസാരം കേട്ടറിയാം, ഏതോ ഒരു കൊച്ചു കിടക്കനാണ്, വളരെ വെരട്ടിയാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. 2 കുട്ടികളുടെ അമ്മയെ യവൻ വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് യവനെ ഇട്ടിട്ട് വേറെ ആരുടെ പോയി. ഇതാണ് സംഭവം. കഴിയാത്ത ഞാൻ. അപ്പൊ എന്റെ പ്രശ്നം എന്താണ്? കാമം. പറയാനുള്ള അവസരങ്ങൾ. എന്റെ പ്രശ്നം എന്താണ്? കാമം. അവള് പറയില്ല, മൗനം സമ്മതം എന്ന് നിനക്ക് എടുത്തു. നിന്റെ പ്രശ്നം എന്താണ്? എനിക്ക് എന്താ ചോദിക്കാൻ? നിനക്ക് എവിടെ കിട്ടിയുള്ളൂ എന്നുള്ളതാണ്. നീ പലവട്ടം ഇവളെ പറഞ്ഞ് തിരുത്താൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് കാല് പിടിച്ച് പറഞ്ഞു എന്നൊക്കെ പറയണം. അപ്പൊ നിന്റെ എന്താണ് പ്രശ്നം? നിനക്ക് കാമമാണോ പ്രശ്നം? അതോ വേറെ കടി, കൃമികടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതോ ഈ പറയുന്ന മാമിമാരുടെ മാമി പ്രേമമാണോ? നിന്റെ സംസാരം കേട്ടി നിന്റെ മാമിയാവാനുള്ള പ്രായമാണെന്ന് തോന്നുന്നു. ഓക്കെ, ഹോസ്റ്റലിന്റെ കൂടെ സെക്സ് ഇല്ല എന്നല്ല, പക്ഷെ അതിനേക്കാൾ കൂടുതൽ സംസാരിക്കും, യാത്രയും. അതാണ് പാവടാ. എന്തിണ്ടാ തെറ്റിദ്ധരിച്ചത്? അഫ്സലിന്റെ കൂടെ സെക്സ് ഒന്നും ഇല്ല. അയ്യോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. സെക്സ് ഇല്ല എന്നല്ല, പക്ഷെ അധികം നമ്മൾ ചെയ്യണമെന്നറിയാമോ? സംസാരം. ഇങ്ങനെ കുത്തിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ടു വർത്താനങ്ങൾ പറഞ്ഞ് സംസാരിക്കും. പിന്നെ നമ്മൾ ഇങ്ങനെ ടൂറ് പോകും, എവിടെ ഇങ്ങനെ പലയിടത്തോട്ട് ഇങ്ങനെ കറങ്ങാൻ പോകും. അല്ലാതെ നിങ്ങൾ വിചാരിക്കും അങ്ങനെയുള്ള ഒരു പരിപാടിയും നമുക്കില്ല. സെക്സ് വളരെ കുറവ്, ഒരു 100ൽ 10% മാത്രമേ അതുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ കറങ്ങലും പിന്നെ സംസാരം മാത്രമാണ്. തെറ്റിദ്ധരിക്കരുത് മുട്ടച്ചിയെ. അതില് സെക്സും ഇതിനല്ലേ നമ്മള് പറയണത് ബെഡിന്ന്. അങ്ങനെ മോശോടെ ഒരു പെൺകുട്ടിയെ വിളിച്ചടിച്ചിട്ട് അടുത്തിരുത്തിയിട്ട് ഇതിനെയൊക്കെ അല്ലേ വെടിയെന്ന് പറയാം, അത് മോശം. നിന്നെ എന്തെന്ന് വിളിക്കും? ഇങ്ങനെ കിടന്ന് ഈ പറയുന്ന എല്ലാവളെയും കൂട്ടത്ത് പോകണം. നിന്നെ ഏത് പേര് വെടാനെന്ന് വിളിക്കണോ? ഓക്കെ, ഇതോന്റെ നാട്ടിൽ എല്ലാവർക്കും കിട്ടും. എന്റെ ഏട്ടനിക്ക്, എന്റെ അമ്മക്ക്, എന്റെ കുട്ടിയുടെ കാണും. അന്നെങ്കി തല്ലൂല. എനിക്ക് വേണ്ടിയൊക്കെ ഈ പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല. കൂടെ ഒന്ന് ചതിക്കുമ്പോ ആലോചിക്കണം. നിന്നെ ഞാൻ അടിക്കുന്ന എന്തൊക്കെ പോസ്റ്റ് എന്നൊക്കെയാണ് പറയുന്നത്. നീ ആരുടെ? നിന്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ നീ ഏതോ മറ്റവനാണെന്നുള്ള രീതിയിലാണ് നിന്റെ സംസാരവും കാര്യങ്ങളൊക്കെ. മനസ്സിലായോ? നീ എന്തോ വലിയ സ്വന്തം ഭർത്താവ്, സ്വന്തം ഭാര്യ വഞ്ചിച്ചു പോയ ഭാര്യയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലാണ് നീ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നീയും അവിടെ ഇവൾക്ക് മറ്റേ കസ്റ്റമർ എങ്ങനെയാണോ അവരെ പോലെ തന്നെയാണ് നീ. ഇവളിങ്ങനെ നാളെ പോകും മറ്റോ ഇതുപോലെ ഏതെങ്കിലും കാറിന്റെ അകത്ത് പിടിച്ചു നിർത്തിയിട്ട് അവ ഇതുപോലെ ക്വസ്റ്റ്യൻ ചെയ്യുമെന്നുള്ളതാണ്. ഈ നേരത്തെ ചോദിച്ചിട്ട് നിനക്ക് എന്താണ് പ്രശ്നം? അത് തന്നെയാണ് പ്രശ്നം. നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലല്ലേ?
എൻ്റെ FB തന്നെ അത് പോസ്റ്റും. കൂടെ നിന്ന് ചതിക്കുമ്പോൾ ആയിരിക്കണം രതീഷ, വേറെ ഓപ്ഷൻ ഇല്ല. എൻ്റെ GB ഇപ്പം എത്ര പൈസ ഉണ്ട് സത്യം പറയാം, അപ്പം നോക്കും. പറയും രണ്ടും അതിൽ കൂടുതലുണ്ടെങ്കിലും കൂടുതലില്ല. നിന്റെ GPയിൽ എത്ര, അതായത് എന്റെ ഗൂഗിൾ പേയിൽ എത്ര പൈസ ഉണ്ടെന്ന് അവള് ചോദിക്കുന്നത്. അതായത് അവള് പൈസയ്ക്ക് വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൈസയ്ക്ക് വേണ്ടി ആൾക്കാർ പൈസ ഇട്ട് കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവള് പറയുന്നത് ഇത്രയേ ഉള്ളു, തൊഴുത് പറയാണ് എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലാതെ വിടുക എന്നുള്ളതാണ് അവള് ചോദിക്കുന്നത്. ഫസ്റ്റിൽ പൈസ നീ തോന്നി എനിക്ക് ഉറപ്പൊന്നുമില്ല, ഞാൻ ചെക്ക് ചെയ്യും. GP ഒക്കെ എല്ലാം ചെക്ക് ചെയ്യും, വീഡിയോ എടുത്ത് ഒക്കെ ചെക്ക് ചെയ്യും. പൈസ നീ അയച്ചനാ? ഉറപ്പ് അയച്ചിട്ടില്ല? ഇടക്ക് കൊടുക്കുമ്പോൾ എന്തെങ്കിലും 500,000 വാങ്ങും, തിരിച്ചു കൊടുക്കും. തിരിച്ചു കൊടുത്താൽ കയ്യിലുണ്ടാവല്ലോ? ഉണ്ടാവില്ല? തിരിച്ചു കൊടുത്താൽ ഉണ്ടാവോ? അയച്ചു കൊടുത്ത് എവിഡൻസ് ആണിത്, ഉണ്ടാവോ? പറയും. തുറക്ക്, ഓഫായല്ല, നമുക്ക് ഓണാക്കാം. ഇത്രയേ ഉള്ളു. ചിലപ്പോ ഇതിന്റെ ബാക്കി ഭാഗം വരുമായിരിക്കും. ഇടേ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അവന്റെ ക്വസ്റ്റ്യൻ ചെയ്യൽ കണ്ടു കഴിഞ്ഞാൽ അവൻ ഏതോ മറ്റവനാണ് പിടിച്ചിരുത്തി ഒരു വട്ടം അവളെന്തോ സ്വഭാവക്കാരി ആയിക്കോട്ടെ, അവളെ പിടിച്ചിരുത്തി അവന്റെ ക്വസ്റ്റ്യനും കണ്ടു കഴിഞ്ഞാൽ ഇവൻ ഏതോ പുള്ളിയാണലാണെന്നേ തോന്നുള്ളൂ. ഇവൻ എന്ത് ചെയ്തു? ഏതോ രണ്ട് മക്കളുള്ള ഏതോ ഒരു ഭർത്താവിന്റെ അവിടെ നിന്ന് അടിച്ചു കൊണ്ടുവന്ന് ഇവന്റെ കൂടെ ആയിരുന്നു ചെലവും കൊടുത്ത് ഇവൻ പോറ്റുകയായിരുന്നു. ഇവന്റെ കൂടെ ആയിരുന്നു, അത് ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ളപ്പോ മാത്രം. അപ്പൊ ഞാൻ ഉള്ളപ്പോ എന്റെ ചെലവിൽ നീ കഴിയുമ്പോൾ എനിക്ക് മാത്രം, വേറെ ആർക്കും നീ കൊടുക്കരുത് എന്നുള്ളൊരു സ്റ്റാൻഡ് ആയിരുന്നു. പക്ഷേ ഈ മൊട്ടച്ചിക്ക് ഒന്നും പറ്റത്തില്ല. മൊട്ടച്ചിക്ക് എപ്പോഴും ചാട്ടം, വേലി ചാടുക എന്നുള്ളതാണ് മൊട്ടച്ചിയുടെ ഇത്. അങ്ങനെ മൊട്ടച്ചി എന്ത് ചെയ്തു? പലയിടത്തായിട്ട് ചാടുന്നു, അവന്റെ കൂട്ടുകാരുടെ അടുത്ത് ചാടുന്നു, അവരെ നിന്ന് പൈസ, അതായത് പൈസക്ക് പോകുന്നു, പൈസ ഉണ്ടാക്കുന്നു. ഇതിൽ ലെവനെ പിടിക്ക്, ലെവൻ എടുത്ത് FBയിൽ ഇടുമെന്നൊക്കെയാണ് പറയുന്നത്. ഭ്രാന്തൻ തന്നെ. നീ ആരാന്ന് ഇപ്പൊ എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും. അവളെക്കാട്ടി നാറുന്നത് നീയാണ് എന്നുള്ളതാണ്. അവള് പേടിച്ചിരിക്കുകയാണ്, മനസ്സിലായി? അയ്യോ ഞാൻ ഇനി അവളെ വിട്ട് ഞാൻ ഇനി നിന്റെ കൂടെ വന്നോളാം, എനിക്കിനി നീ മതി എന്നുള്ളതൊക്കെയാണ് ലവള് പറയുന്നത്. അവള് പേടിച്ചിരിക്കുകയാണ്. കാരണം എന്താണ് ചെറുക്കൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജെൻസി പിള്ളേരല്ലേ, ആ പേടിയിലാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തും. ഇതൊക്കെ നമുക്കൊരു രസം എന്നുള്ളത് എന്താ പറയാ, നമുക്ക് എടുക്കണം. ജയ് ഹിന്ദ്.